ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അമ്പലം തൊട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതു. അങ്ങനെ നമ്മൾ ആ കുളത്തിലുള്ള കുറച്ച് മീനിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ രാമപുരത്തുള്ള അമ്പലത്തിലോട്ട് പോകുന്ന രീതി രാമപുരത്ത് പോകുന്ന കഴിഞ്ഞപ്പം റോഡ് ഫുൾ ബ്ലോക്കായിരുന്നു. കാരണം അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ഘോഷയാത്ര അങ്ങനെ കുറേ കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ രാമപുരത്ത് അമ്പലത്തിലെത്തി. അവിടെ കയറി തൊഴുതു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെളിയിലൊക്കെ നിന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഉത്സവമാണ് അവിടുത്തെ ഒരു അമ്പലത്തിലെ. അപ്പം എല്ലാ വീടുകളിലും റോഡിലും എല്ലാം വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ആളായിരുന്നു കേട്ടോ. ആ വഴിയിലോട്ട് പോകുന്ന അടുത്താണ് അമ്പലം ഉള്ളത്. ആ ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ ആ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു റോഡിൽ. സാധാരണ ഈ റോഡിലൊന്നും അങ്ങനെ തിരക്കൊന്നും വരുന്നില്ല, പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉത്സവമല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പവും എൻ്റെ അച്ഛനും നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഒരു 7 മണി ഒക്കെ ആകുന്ന ടൈം ആകുമ്പം ഇവരെ കൊണ്ട് നടക്കാൻ ഇറങ്ങും കേട്ടോ. അധിക ദൂരമൊന്നും പോയില്ല, കുറച്ച് ദൂരം. എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചാടുന്നത്. അവൻ്റെ 2 കാലിലും നഖമുണ്ട്, കയ്യിലും നഖമുണ്ട്. അപ്പോൾ ദേഹത്ത് കൊണ്ട് അള്ളിയാലോ എന്ന് വെച്ചിട്ടാണ് അച്ഛൻ അടുത്തോട്ട് വിടാത്തത്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ്. നമുക്ക് പിന്നെ കുഞ്ഞു പ്രായത്തിൽ കിട്ടിയതാണ്. ഇപ്പോൾ ഇവനൊരു 3 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ നേരെ അകത്തോട്ട് കയറി. പിന്നെ അമ്പലത്തിൽ കുറച്ച് വഴിപാടും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റൊക്കെ ചേട്ടൻ അമ്മയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവർ. അതിനുശേഷം അമ്മ നേരെ അടുക്കളയിൽ പോയിട്ട് ഏട്ടനുള്ള ചായ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വൈകിട്ട് ചായ ഒന്നും കുടിക്കാറില്ല, അതുകൊണ്ട് ഏട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് അവൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ സീരിയലാണ് വെച്ചിരുന്നത്, അപ്പോൾ അവൻ നോക്കിയിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അച്ഛനും അപ്പവും വന്നിട്ടുണ്ട്. അത് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് 2 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കൂട്ടിക്കയറ്റി. അച്ഛൻ പറഞ്ഞാൽ അതുപോലെ അനുസരിക്കും കേട്ടോ. അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ കുറച്ച് പേടിയാണ്. പിന്നെ നമ്മൾ നേരെ ചോറ് കഴിക്കാനായിരുന്നു. ചോറിൻ്റെ കൂടെ സിലോപ്പി വറുത്ത ഉണ്ടായിരുന്നു, മത്തിക്കറി ഉണ്ടായിരുന്നു, സിലോപ്പി മുളക് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ വേഗം തന്നെ ഇറങ്ങുമായിരുന്നു. കാരണം ഒരുപാട് ലേറ്റായിരുന്നു. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ വീട്ടിലെത്തി കുറേ കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വേഗം ഇറങ്ങി. അച്ഛനോടും അമ്മയോടും ഒക്കെ കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ്റെ നോട്ടമൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇത്ര ഇഷ്ടമായിരുന്നു. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.